ഈ ഉണർവിലേക്ക് വന്ന ആളുകളെ ഇവിടെ നമ്മൾ അന്യരും പരദേശികളുമാണ്, നാം യാത്രക്കാരാണ്, ആ ഒരു നിലയിലേക്കല്ലേ അവരെ കൊണ്ടുവരേണ്ടത്. മറിഞ്ഞു വീഴുമ്പോൾ അവർ പറയാണ്, ഇനി നീ ലോകത്തിൻ്റെ കറൻസികൾ കാണാൻ പോകുന്നുവെന്ന്, ഇനി നീ ലോകത്തിൻ്റെ കറൻസികൾ കാണാൻ പോകുന്നു എന്ന്. എന്ത് മൗഢ്യമായി പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് സഹോദരങ്ങളെ കഴിഞ്ഞ ഞായറാഴ്ച അടൂരെന്ന് പറയുന്ന ഒത്തിരി മാന്യന്മാരുള്ള നാടാണ്, മാന്യന്മാർ അടൂരുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ആ അടൂരിൽ സംഭവിച്ചത് ഇതുപോലെയുള്ള കാര്യമാണ്. കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ ഒത്തുകൂടി, അതിനുശേഷം കഴിഞ്ഞ ഞായറാഴ്ചയോ ആ ദിവസങ്ങളിൽ വളരെ ഭയങ്കരമായ കാര്യങ്ങളാണ് നമ്മുടെ മലയാളക്കരയിൽ നടക്കുന്നത്. ബാംഗ്ലൂരിലെ ഉണർവിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു. ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ 1 മിനിറ്റേ ഉള്ളൂ, അല്ല 2 മിനിറ്റ്, നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് ഒരു ചെറിയ വിശദീകരണം തരാനുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു വീഡിയോ ഞങ്ങളിപ്പോൾ കാണിക്കും. ആ വീഡിയോ കാണിച്ചതിന് ശേഷം അതിനകത്ത് അവർ പറയുന്ന രാജ്യാന്തര മണ്ടത്തരങ്ങൾ ഒരു വിശദീകരണം. അപ്പോൾ നമുക്ക് വചനം പഠിക്കാൻ കഴിയും. നമുക്ക് ഇവരങ്ങനെ മണ്ടത്തരമാണ് പറയുന്നതെങ്കിലും നമുക്കതിൻ്റെ ഒരു സത്യാവസ്ഥയിലേക്ക് കടന്നു പോകാമല്ലോ, നമുക്കതിൻ്റെ ഒരു ശരിയായ വഴിയിലേക്ക് കടന്നു പോകാം. അങ്ങനെ അതിൻ്റെ ഒരു വശം നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കൂ. ഇന്ന് രാത്രിയിൽ മുഖങ്ങളെ നമ്മൾ ഒടിച്ചു കളയാൻ പോകുകയാണ്. മോശയുടെ കയ്യിൽ ദൈവം കൊടുക്കുന്ന വടി പോലെ, മോശയെ പോലെ ഒരു കൂട്ടം അഭിഷിക്തരെ ഞാൻ കാണുക. Are you ready to break the yoke? ആമേൻ. ഇന്ന് രാത്രിയിൽ ആ മുഖങ്ങളെ ഉടയ്ക്കാൻ In the mighty name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ Break the yoke. ആമേൻ. ആമേൻ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ Wealth transfer is coming to the church. ആമേൻ. സഭയ്ക്കുള്ളിലേക്ക് സമ്പത്തിന്റെ കൈമാറ്റം നടക്കാൻ പോവാ. Somebody shout hallelujah. ആമേൻ. ഹല്ലേലൂയ. That is what the breaking of the yoke means. അതാണ് ആമേൻ നുകങ്ങളെ തകർക്കുന്നതിന്റെ അർത്ഥം. നിങ്ങളുടെ അഭിവൃദ്ധിയെ തടയുന്ന സകല നുകങ്ങളെയും ഇന്ന് രാത്രി സ്വർഗം ഒട്ടയ്ക്കാൻ പോവാ, തകർക്കാൻ പോവാ. പിശാച് നിന്റെ കയ്യിൽ നിന്ന് കവർന്നെടുത്ത് കളഞ്ഞ സകലത്തെയും കർത്താവ് ഇരട്ടിയാക്കി മടക്കി തരാൻ പോവുകയാണ്. And ever. And he shall reign. And he shall reign. And he shall reign. We are taking over the nations. We have the power. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് അത് എന്തിനെ കുറിച്ചുള്ളതാണ് എന്നുള്ള ഒരു ചെറിയ രൂപരേഖ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമായിരുന്നു. പക്ഷെ അതിന് സാധിച്ചില്ല. അഡ്വാൻസ് ചെയ്ത് നമ്മൾ വീഡിയോ കണ്ടു. ഇത് അടൂരിനടുത്തുള്ള ആനന്ദപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം അവിടുത്തെ IPC ചർച്ചിൻ്റെ കൺവെൻഷനാണ്. സെൻറ്ററിൻ്റെ ആണോ എന്നറിയില്ല. എനിവേ ധാരാളം പാസ്റ്റർമാരും വിശ്വാസികളും ഒക്കെ അവിടെ കൂടിയിട്ടുണ്ട്. ചെന്നൈയിലോ മറ്റോ ഉള്ള ഒരു ന്യൂ ജനറേഷൻ പെന്റിക്കോസ് പാസ്റ്റർ, ന്യൂ ജനറേഷനാണ് മറക്കരുത്, അങ്ങനെയുള്ള ഒരാളാണ്, വലിയ തടിമാടനായ ആ സഹോദരൻ. അദ്ദേഹമാണ് അവിടുത്തെ ശുശ്രൂഷയ്ക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ആ വീഡിയോയ്ക്കകത്ത് 3/4 മണിക്കൂറോ 1 മണിക്കൂറോ മറ്റോ ഉള്ളതാണ്. അതാണ് നമ്മൾ 2 മിനിറ്റ് കൊണ്ട് കാണിച്ചത്. അപ്പോൾ അങ്ങനെ ആ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ. മുഴുവൻ കാണിക്കാൻ നമുക്ക് സമയമില്ല. നമുക്കൊരു സൂചന മാത്രമേ നിങ്ങളുടെ നടുവിൽ തരാനുള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന പോലെ, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ഒരു മേളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മേളം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയാണ് അടൂരും ഇങ്ങനത്തെ ഒരു കാര്യം നടക്കുന്നത്. അടൂർ നടക്കുന്നത് ന്യൂ ജനറേഷൻ പെന്തിക്കോസിൻ്റെ പ്ലാറ്റ്ഫോം അല്ല, അതൊരു മെയിൻ ലൈൻ, അതായത് ഒരു വ്യവസ്ഥാപിത പെന്തിക്കോസ് സമൂഹത്തിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അവരുടെ ഒരു കൺവെൻഷനാണ്, പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ കൺവെൻഷനിലാണ് ഈ പറയുന്ന കാര്യം നടക്കുന്നത്. ഇതൊക്കെ കയറി നമുക്ക് പിടിക്കേണ്ട കാര്യമുണ്ടോ ശരിക്കും? അവർ കുഴൽ ഊതുവോ തലകുത്തി നിൽക്കുവോ? ഇതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിതൊന്നും നോക്കേണ്ട കാര്യം പോലുമില്ല. സത്യം പറഞ്ഞ ഇന്ന് രാവിലെ വരെ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച നമ്മുടെ മെസ്സേജ് അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അതായത് അടുത്ത ആഴ്ച വരുമ്പോൾ അഗ്നിയെക്കുറിച്ചും അന്യാഗ്നിയെക്കുറിച്ചുള്ള വിശദീകരണത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്നും പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച മെസ്സേജ് അവസാനിപ്പിച്ചത്. എന്നാൽ
ഇന്ന് രാവിലെ എൻ്റെ ഉള്ളിൽ വന്ന ഒരു പ്രേരണയാണ്, രാവിലെ വന്ന പ്രേരണയാണ്. ഞാൻ ഇന്നാണ് ഫെബിയുമായിട്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വീഡിയോ നമുക്ക് കാണിക്കണം, ചില കാര്യങ്ങൾ ഇതിലൂടെ പറയണമെന്നുള്ള കാര്യം. അതായത് അതിനകത്ത് ഭയങ്കരമായ ഒരു വഞ്ചനയുണ്ട് സഹോദരങ്ങളെ, വലിയൊരു വഞ്ചന. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ വലിയ സമൂഹം ഇത് അകന്നു പോവുകയാണ്, വചനത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വിധം കുറിച്ചു വെച്ചോ, ഇവിടെ പേന ഇല്ലെങ്കിലും പേന കടം മേടിച്ചിട്ടാണെങ്കിലും ഒന്ന് കുറിച്ചു വെച്ചോ. ഇത് അകന്നു പോവുകയാണ്, ഇതിനെ മടക്കി കൊണ്ടുവരാൻ കഴിയാത്ത വിധം. നമ്മൾ ഇന്ന് കാണുന്ന ഈ വ്യവസ്ഥാപിത പെന്തിക്കോസ്ത് അത് ഈ പുഴയിലെ വെള്ളം കടലിലേക്ക് പോകുന്നത് പോലെ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്ന അതിലേക്ക് ലയിക്കാൻ പോവുകയാണ്. ഒത്തിരി ബാങ്കുകളുണ്ടായിരുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല എന്നൊക്കെ പറഞ്ഞ് ധാരാളം സ്റ്റേറ്റ് ബാങ്കിൻ്റെ ബ്രാഞ്ചുകളുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഒഴുകി വന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. ഇപ്പോൾ ഒറ്റ ബാങ്കേ ഉള്ളൂ. അതുപോലെ ഇന്ന് കാണുന്ന ഈ പെന്തിക്കോസ്റ്റ് എല്ലാം അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, മലവെള്ളത്തിലൂടെ അവർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളിൽ പലരും കാണുന്നില്ലായിരിക്കാം, കാണുന്നത് കൊണ്ടാണ് പറയുന്നത്. അതിങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്, വലിയൊരു കയത്തിലേക്കാണ് അത് പോകുന്നത്. ആ കയം എന്ന് പറയുന്നതാണ് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത്. ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ആ കയത്തിൽ അവർ ഭയങ്കര ഡിസ്കോ ഡാൻസൊക്കെ നടത്തും, ഉണർവൊന്നും പല പേരും പറഞ്ഞ്. ഇതെല്ലാം പൈശാചികമാണ്, പരിശുദ്ധാത്മാവിലല്ല. അതിനൊക്കെ നമുക്ക് തെളിവുണ്ട്. പരിശുദ്ധാത്മാവെല്ലാം തെളിവായിട്ടാണ് ചെയ്യുന്നത്, വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നാണ് ചെയ്യുന്നത്, വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന്. അപ്പോൾ ചിലർ ചോദിക്കും മറ്റേ പെന്തിക്കോസിൽ അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെ. മറ്റേ പെന്തിക്കോസിലൊക്കെ എന്തെങ്കിലും കാണട്ടെ. ഈ കാണിക്കുന്ന കാര്യത്തെ സാധൂകരിക്കാൻ അതൊന്നുമായിട്ട് താരതമ്യം ചെയ്യാൻ വരരുത്. ഈ കാണുന്ന കാര്യങ്ങളെ സാധൂകരിക്കാൻ അതൊന്നുമായിട്ട് വരരുത്. പക്ഷെ സത്യവചനം മുറുകെ പിടിക്കുന്നവരിവിടെ ഉണ്ട്, എത്രയോ അഭിഷിക്തന്മാരുണ്ട്, എത്രയോ ദൈവത്തിൻ്റെ ദാസന്മാർ ഈ കാര്യത്തിന് വേണ്ടി. എത്ര പാസ്റ്റർമാരെ എന്നെ ഈ ഒരാഴ്ച വിളിച്ചതെന്നറിയാവോ? നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള പ്രസിദ്ധരായ പാസ്റ്റർമാർ കഴിഞ്ഞ 1-2 ആഴ്ചയിലെ നമ്മുടെ മെസ്സേജുകൾ കേട്ടിട്ട് അവരെന്നോട് സംസാരിക്കുകയും ദുഃഖം, അത് സങ്കടമാണ് പങ്കുവയ്ക്കുന്നത്. 80 വയസ്സുള്ള ദൈവദാസന്മാർ, 70 വയസ്സുള്ള ദൈവദാസന്മാർ അവർ പറയും, എൻ്റെ സജി ഇത് എന്താ, ഇത് എങ്ങനെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? കൺട്രോൾ തെറ്റിയെന്ന് അവർ പറയുന്നത്. സീനിയർ പാസ്റ്റേഴ്സ്, പ്രായമുള്ളവർ, അനുഭവ സമ്പത്തുള്ള അവർ പറയുന്നത് സകല കൺട്രോൾ പോയിരിക്കുകയാണ്, പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഇത് കടിഞ്ഞാൻ പോയെന്നാണ് പറയുന്നത്. ആ രീതിയിൽ. കാരണം എന്താ? നിങ്ങളിപ്പോൾ കണ്ട ആ വീഡിയോയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പാസ്റ്റർ ആ സമൂഹത്തിൻ്റെ സീനിയർ പാസ്റ്ററാണ്, അദ്ദേഹം ഒരു സെൻട്രൽ പാസ്റ്ററാണ്, അദ്ദേഹം പ്രസിദ്ധനായൊരു പിതാവിൻ്റെ മകനാണ്. അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. അദ്ദേഹം വളരെ ആസ്വദിച്ചാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പ്രസംഗൻ മനസ്സിൽ കാണുന്നതിനേക്കാൾ അപ്പുറമായിട്ടാണ് കാര്യങ്ങളെ ആളുകളുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ ഭയങ്കരമാണ്. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷൻ ഇഷ്ടപ്പെട്ട ആളുകൾ അദ്ദേഹത്തിന് ഈ ഒരാഴ്ച ഉറക്കം കൊടുത്തിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന് ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ പറയുമായിരിക്കാം പറ്റിപ്പോയെന്ന്, അബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ ആളുകൾ പറയുമല്ലോ, അതുപോലെയൊക്കെ പറയുമായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്, ഈ നമ്മുടെ ചെന്നൈക്കാരൻ തമിഴ് ബ്രദർ പറയുന്നത്, പാസ്റ്റേഴ്സ് നുകങ്ങളെ ഒടിക്കാൻ പോവുകയാണ്, എല്ലാവരും തയ്യാറാകാൻ പറയുകയാണ്. സീനിയർ പാസ്റ്റർമാരാണ് നിൽക്കുന്നത്, സീനിയർ പാസ്റ്റർമാർ. ഒരു കമ്പ്, നല്ല ബലമുള്ള അല്ലെങ്കിൽ ഒരു തടിക്കഷ്ണം പോലത്തെ ഒരു കമ്പ് അവരുടെ കയ്യിലേക്ക് ഇദ്ദേഹം കൊടുക്കുകയാണ്. അവർ ഭവ്യതയോടെ അത് മേടിച്ച് എല്ലാവരും കൂടെ പിടിക്കുന്നു. നിങ്ങൾ കണ്ടു അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം റൈറ്റ് നൗ ഒക്കെ പറയും. റൈറ്റ് നൗ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വെട്ടാണ്. ഒരു പാസ്റ്റർ വെട്ടിയത് കണ്ടില്ലേ? ആ പാസ്റ്റർ വെട്ടിയപ്പോൾ ആ നുകം, ഈ മരക്കമ്പ് അത് 2ആയിട്ട് ഒടിഞ്ഞു. അതിൽ രസകരമായ കാര്യമുണ്ട്. ആ വീഡിയോ കേൾക്കുമ്പോൾ, നമ്മളിപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു, ആ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീഡിയോ കേൾക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഇവർ മോശയെ പോലെയുള്ള ആളുകളായി നിൽക്കുന്ന പാസ്റ്റേഴ്സ്, ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന മോശയുടെ വടിയാന്ന. മോശയുടെ വടി ഒടിച്ചതായിട്ട് നമ്മൾ എങ്ങും കാണുന്നില്ല. ഉണ്ടോ? മോശയുടെ കയ്യിൽ വടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വടി ഒരിടത്തും ഒടിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ ടങ് സ്ലിപ്പായിരിക്കാം, അല്ലെങ്കിൽ ബോധം മൊത്തം നശിച്ച് കിടക്കുകയാണല്ലോ. അതുകൊണ്ട് എന്നാ സ്ലിപ്പായതാണെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പം മോശയുടെ വടി ഇപ്പോൾ അതവർ യോക്കാക്കിയിരിക്കുകയാണ്, അതായത് നുകമാക്കിയിരിക്കുകയാണ്. റൈറ്റ് നൗ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വര പോലെയുള്ള ഷർട്ടിട്ട പാസ്റ്റർ ഒറ്റ വെട്ട്, ഞാനൊക്കെ വെട്ടുന്നെങ്കിൽ എൻ്റെ കൈയുടെ കാര്യം തീരും. ആ മരക്കമ്പ്, ആ വലിയ ബലമുള്ള മരക്കമ്പ് 2ആയിട്ട് ഒടിഞ്ഞു. അന്നേരം അവിടെ റിലീസ് ചെയ്യപ്പെടുന്ന സൈറ്റാനിക് പവർ എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, അവിടെ റിലീസ് ചെയ്യുന്ന സൈറ്റാനിക് പവർ, പരിശുദ്ധാത്മാവ് മരക്കമ്പ് ഒടിക്കാനല്ല ഒരുവൻ്റെ മേലെ അഭിഷേകം പകരുന്നത്. ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ്റെ തലയിൽ അഭിഷേകതയിൽ ഒഴിക്കുന്നത് മരക്കമ്പ് ഒടിക്കാനല്ല,
അതിനു വേണ്ടിയിട്ടല്ല. മനസ്സിലാക്കുക, എന്തെല്ലാം ഭ്രാന്തുകളെ ഇവർ ഈ കാണിക്കുന്നത്, ലോക ഭ്രാന്തുകളല്ലേ കാണിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അടുത്തടുത്ത സെൻറ്റൻസുകളിലേക്ക് വരുമ്പോൾ പറയുന്നത് നുകം തകർക്കുക, അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നുകങ്ങളെ തകർക്കുന്നതിൻ്റെ അർത്ഥമോ നിങ്ങളുടെ അഭിവൃദ്ധിയെ തടയുന്ന സകല നുകങ്ങളെയും സ്വർഗം തകർക്കും. ഇവിടെ ഈ നുകം തകർത്തതിൻ്റെ കാര്യം എന്താ പറയുന്നത്? നിങ്ങളുടെ അഭിവൃദ്ധിയെ. അഭിവൃദ്ധി മീൻസ്, അഭിവൃദ്ധിയുടെ ഇംഗ്ലീഷ് എന്താ? പ്രോസ്പെറിറ്റി എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നല്ലേ, അങ്ങനെ വേണേൽ പറയാം. സമൃദ്ധി എന്നുള്ളതിൻ്റെ ഒരു പര്യായമായിട്ട് കൂട്ടാം. അപ്പോൾ നിങ്ങൾക്ക് പ്രോസ്പെറിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നുകം തകർക്കുന്നത്. അപ്പോൾ അടൂരുള്ള ഒത്തിരി കൊച്ചമ്മമാരും അച്ചായന്മാരും ഒക്കെ അവിടെ ഉണ്ടല്ലോ. ഇനി അടൂർ ദേശത്തുള്ള ആളുകളുടെ എല്ലാം നുകം തകർന്നു. അപ്പം നമ്മൾ കണ്ടാലേ കണ്ടു അത്. ഇനി അവരെല്ലാം പ്രോസ്പറാകും. അപ്പോൾ ഇനി വായ്പ വാങ്ങുകയില്ല, വായ്പ കൊടുക്കും. ഞാൻ എന്തായാലും അടുത്ത മാസം അടൂർക്ക് പോകുന്നുണ്ട്. അവിടെയുള്ള IPCക്കാരോടെല്ലാം ഞാൻ വായ്പ ചോദിക്കും. അപ്പോൾ ഇനി അവർ വായ്പ വാങ്ങില്ല, അവർ വായ്പ കൊടുക്കും. നുകം തകർന്നവരാ. നമ്മളോ നുകമായിട്ട് നടക്കുക. പ്രോസ്പെരിറ്റി ഒന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. അപ്പോൾ നമുക്ക് അവരോട് ആ രീതി ചോദിക്കാം. പ്രോസ്പെരിറ്റി എന്ത് പ്രാന്തായി പറയുന്നത്? അയ്യോ, അത് കഴിഞ്ഞിട്ട് എന്നാ പറയുന്നത്? പിശാച് നിൻ്റെ കയ്യിൽ നിന്നും എടുത്തുകൊണ്ട് പോയത് ഇരട്ടിയായി മടക്കി നൽകാൻ പോകുകയാണെന്ന്. കൊറോണ കാലത്ത് ഒത്തിരി പേരുടെ ഭാര്യമാരെ കൊണ്ടുപോയിട്ടുണ്ട്, ഒത്തിരി പേരുടെ ഭർത്താക്കന്മാരെ കൊണ്ടുപോയിട്ടുണ്ട്, പിള്ളേരെ കൊണ്ടുപോയിട്ടുണ്ട്, അപ്പനമ്മമാരെ കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ മടക്കി തരുമോ പോലും കൊറോണ കാലത്തെ? അന്നേരം ഈ നുകവും ഈ തടിമാടൻ സഹോദരനൊന്നും ഭൂമിയിലില്ലായിരുന്നോ? ഈ സഹോദരൻ അന്ന് ജീവിച്ചിരിപ്പില്ലായിരുന്നോ? അടൂർ മുതൽ കേരളത്തിലാകട്ടെ, തമിഴ്നാട്ടിലാകട്ടെ, ഇനി യൂറോപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞ്, യൂറോപ്പിലേക്കൊക്കെ അന്നല്ലേ പോകേണ്ടത്? അന്ന് നുകങ്ങളാൽ ആളുകൾ ഭാരപ്പെടുകയാണ്. ഭാര്യ നോക്കി നിൽക്കുമ്പോൾ മരിക്കുന്നു, ഭർത്താവ് നോക്കി നിൽക്കുമ്പോൾ മരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇരട്ടിയായിട്ട് മടക്കി തരിക എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ മരിച്ചുപോയി രണ്ടെണ്ണത്തെ കിട്ടുമെന്നാണോ? എന്താ ഉദ്ദേശിക്കുന്നത്? നഷ്ടപ്പെട്ടു പോയത് മടക്കി തരുമെന്നാണല്ലോ പറഞ്ഞത്. നഷ്ടപ്പെട്ടു പോയത് മടക്കി തരുമെന്നാണെങ്കിൽ ഈ രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നത്. അതെയോ ഈ ബാങ്കിലുണ്ടായിരുന്ന 10,000 രൂപ നഷ്ടപ്പെട്ടത് 20,000 ആയിട്ട് തരുമെന്നാണോ? ബാങ്കിലുണ്ടായിരുന്ന പൈസ ചികിത്സയ്ക്കൊക്കെ ചിലവാക്കിയല്ലോ, ആ അർത്ഥത്തിലായിരിക്കുമോ ഇത് ഇരട്ടിയായിട്ട് മടക്കി നൽകാൻ പോവുകയാണെന്ന്? ആ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം പറയുന്നത്, അതൊക്കെ നമ്മൾ ഷോർട്ടായിട്ടാണ് കാണിച്ചത്. ഇദ്ദേഹം കാഹള ഊതാൻ പോവുകയാണ്. അതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇദ്ദേഹം കാഹള ഊതാൻ പോവുകയാണ്. ആറ്റിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം, ഷോഫർ, അത് ഊതാൻ പോവുകയാണ്. അത് അദ്ദേഹം 6 പ്രാവശ്യം ഊതും. 6 പ്രാവശ്യം ഊതുമ്പോൾ നിങ്ങൾ മൗനമായിരിക്കണം. 7-ാം പ്രാവശ്യം ഊതുമ്പോൾ നിങ്ങളെല്ലാം ചേർന്ന് സ്തോത്രം പറയണം, നിങ്ങൾ അന്യഭാഷയിൽ ആരാധിക്കണം. അത് ഒരു ഗംഭീര ധ്വനിയായിരിക്കും. ആ സമയത്ത് സകല നുകങ്ങളും തകരും, എല്ലാ നുകങ്ങളും തകരും. പിന്നെ നിങ്ങൾക്ക് ഫുൾ ഫ്രീഡമായിരിക്കും. അതായത് നിങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിക്കാൻ പോകുന്നു, ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കാൻ പോകുന്നു, സകല നിലയിലുള്ള അഭിവൃദ്ധിയിലേക്ക് വരുന്നെന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ആട്ടിൻ കൊമ്പ് കൊണ്ട് കാഹള ഊതി ഒരു അപ്പോസ്തലൻ്റെ പേര് പോലും നമുക്കറിയില്ല. ആട്ടിൻ കൊമ്പിൻ്റെ കാഹളവേ, നമ്മൾ പുസ്തകം പഠിക്കുമ്പോൾ വെള്ളി കൊണ്ടുള്ള കാഹളം തീർക്കാനായിട്ട് സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് 2 കാഹളം തീർക്കാനായിട്ട്. അതിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ഈ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതിന് കുറേ വാക്യങ്ങളുണ്ട്. ഞാൻ അതിനൊരു ഡീറ്റെയിൽ ആയിട്ടൊരു കുറിപ്പ് തയ്യാറാക്കണമെന്ന് വിചാരിച്ചതാണ്, നമ്മുടെ സഹോദരങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. കാഹളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രസംഗത്തിലെല്ലാം പറയാനായിട്ടുള്ള ഒരു സമയക്കുറവുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ സമയം കിട്ടിയില്ല. ഈ കാഹളവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പറഞ്ഞു വരുന്നത് യോശുവയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട 6-ാം അധ്യായത്തിലെ കാര്യങ്ങളാണ്. യെരിഹോവുമായി ബന്ധപ്പെട്ട് അവർ 6 ദിവസം ചുറ്റി നടന്നതും 7-ാം ദിവസം അവർ കാഹള ഊതിയതും 7 പുരോഹിതന്മാർ 7 കാഹളവുമായി ഇങ്ങനെ നടക്കുകയാണല്ലോ. ആ കൂട്ടത്തിൽ പെട്ടകം അവരുടെ കൂടെയുണ്ട്. അങ്ങനെ മുൻപോട്ട് നടന്നു പോകുന്നു. 7-ാം ദിവസം അവർ ആർപ്പിടുമ്പോൾ യെരിഹോ മതിൽ വീഴുന്നു. അത് കഴിഞ്ഞിട്ട് അവർ യെരിഹോ കീഴടക്കുന്നു, മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. അതേസമയം പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ പുതിയ നിയമസഭയിൽ ഇങ്ങനെ അക്ഷരികമായ കാഹളങ്ങളുണ്ടോ? ആട്ടിൻ കൊമ്പിൻ്റെ കാഹളമോ വെള്ളിക്കാഹളങ്ങളോ വല്ലതും ഉണ്ടോ? ഇതിനു മുമ്പ് നമ്മളൊരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളിക്കാഹളത്തെ സംബന്ധിച്ച്. വെള്ളിക്കാഹളം ഒരു സീരിയസ് ആയ കാഹളമാണ്. സംഖ്യ 10-ാം അധ്യായത്തിൽ അത് സഭയെ കൂട്ടാനും സഭയെ പുറപ്പെടുവിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കാഹളം ഉപയോഗിക്കുന്നത്. ആ വെള്ളിക്കാഹളം അടിപ്പ് പണിയായിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അത് സംഖ്യാപുസ്തകം 10-ാം അധ്യായം നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. വെള്ളിക്കാഹളം അടിപ്പ് പണിയായിട്ടുണ്ടാക്കേണ്ടതാണ്. വെള്ളിക്കാഹളം അടിപ്പ് പണിയായിട്ടുണ്ടാക്കേണ്ടതാണ്. അതായത് സഭയെ ചേർക്കാൻ, സഭയെ
പുറപ്പെടുവിക്കാൻ, അതുപോലെ അത് ഒരു തവണ ഊതുന്നതും 2 തവണ ഊതുന്നതും ഗംഭീരധ്വനി ഊതുന്നതും ഇങ്ങനെയുള്ള വിശദീകരണങ്ങളൊക്കെ അവിടെയുണ്ട്. ഒരു ഡീറ്റെയിൽ പഠനത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല, ഓടിച്ചു പറയുകയാണ്. ഞാൻ തുറന്നു വെച്ചിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായമാണ്. അപ്പോൾ ഇവർ പറയുന്ന രീതിയിൽ ഇദ്ദേഹം 7ാമത് തവണ കാഹളം ഊതിയപ്പോൾ ഇതെല്ലാം സംഭവിക്കുകയാണല്ലോ. അടൂർ എന്ന് പറയുന്ന സ്ഥലം, അടൂർ യെരിഹോവിന് സമമായിട്ട് അടൂർ വീണു. ഇപ്പോൾ ഇവർ എല്ലാം ജയാളികളായി കഴിഞ്ഞു. കാഹളം ഊതി, ആട്ടിൻകൊമ്പിൻ്റെ കാഹളം ഊതി. നമ്മൾ യോശുവ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ യെരിഹോവിന് ചുറ്റും നടക്കുന്നതും ഈ കാഹളം ഊതുന്നതും യെരിഹോ വീഴുന്നതുമാണ് നമ്മൾ കാണുന്നത്, അല്ലേ? ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തുകാർ വായിക്കുമ്പോഴും അവർ 6-ാം അധ്യായം എടുത്ത് വായിക്കും, അവർ പ്രസംഗിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ പ്രസംഗിക്കില്ലെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒന്നോടെ തിരുത്തി പറയുക. നമ്മൾ നോക്കുമ്പോൾ 1-ാം അധ്യായത്തിലേക്ക് നോക്കും. 1-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? മോശയുടെ മരണം കാണും. യോശുവയെ തിരഞ്ഞെടുക്കുകയാണ്. തിരഞ്ഞെടുത്ത യോശുവ ജനത്തെ നയിച്ചു മുൻപോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട യോശുവ ജനത്തെ നയിച്ചു മുൻപോട്ട് പോവുകയാണ്. മോശയോടുകൂടെ ഇരുന്ന ദൈവം യോശുവയുടെ കൂടെ ഇരിക്കുകയാണ്. അങ്ങനെ മുൻപോട്ട് വരുന്നു. അത് കഴിഞ്ഞ് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോശുവ 2 പേരെ ഒറ്റുനോക്കാനായിട്ട് യെരിഹോവിലേക്ക് പറഞ്ഞയക്കുകയാണ്. 2 പേരെ ഒറ്റുനോക്കാനായിട്ട് പറഞ്ഞയക്കുകയാണ്. അത് കഴിഞ്ഞ് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ കരകവിഞ്ഞ് ഒഴുകുമെന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. യോർദാൻ കടക്കാൻ തുടങ്ങുമ്പോൾ കരകവിഞ്ഞൊഴുകുന്ന യോർദാനെയാണ് കാണുന്നത്. അത് മാത്രമല്ല, പുരോഹിതന്മാരുടെ ചുമലിൽ പെട്ടകം, അങ്ങനെ ആ പെട്ടകവുമായിട്ട് അവർ യോർദാൻ 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. ഉണങ്ങിയ നിലത്തൂടെ അവർ മറുകര കടക്കുന്നു 3-ാം അധ്യായത്തിൽ. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ യോർദാനിൽ നിന്ന് 12 കല്ലുകളെ പെറുക്കി വയ്ക്കുന്നു, അല്ലേ? ചില കാര്യങ്ങളെ ഓർക്കാനായിട്ട് വരുംകാലത്ത് തലമുറകൾ കാണേണ്ടതിന് 12 കല്ലുകളെ പെറുക്കി വാഗ്ദത്ത ഭൂമിയിലേക്ക് കടന്നിട്ട് വാഗ്ദത്ത ഭൂമിയിൽ അവിടെ നാട്ടുകയാണ്. അവരാദ്യം കയറുന്ന സ്ഥലത്തിൻ്റെ പേര് ഗിൽഗാലാണ്. ഗിൽഗാൽ നമ്മൾ പൊതുവേ പറയുമ്പോൾ യെരിഹോ എന്നൊക്കെ പറയും, അതാണ് പ്രധാനപ്പെട്ട സ്ഥലം. എന്നാൽ ആദ്യം കയറുമ്പോൾ ഗിൽഗാലാണ്. ഗിൽഗാലിലേക്ക് കയറി കഴിയുമ്പോൾ, അതായത് 5-ാം അധ്യായമാണ്. 5-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, അക്കാലത്ത് യഹോവ യോശുവയോട് തീക്കല്ല് കൊണ്ട് കത്തി ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ 2ാമതും പരിച്ഛേദന ചെയ്യുക എന്ന് കൽപ്പിച്ചു. അക്കാലത്ത് ഇസ്രായേൽ മക്കളെ 2ാമതും പരിച്ഛേദന ചെയ്യുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ശ്രദ്ധിച്ചാലേ മനസ്സിലാകുള്ളൂ. 5-ാം അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ യെരിഹോവിനെ ചുറ്റാൻ പോകുന്നില്ല. തിരക്ക് കൂട്ടരുത്. 5-ാം അധ്യായത്തിൽ നിൽക്കുക. ഇവിടെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതായത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടിട്ട് കാലം കുറയായി. ഇങ്ങനെ പുറപ്പെട്ടു വന്നതിനിടയിൽ പരിച്ഛേദന ഏൽക്കാത്ത ഒത്തിരി പേര് ഈ കൂടെയുണ്ട്. ഇനി മുൻപോട്ട് പോകുക എന്ന് പറയുന്ന യുദ്ധത്തിലേക്കാണ് പോകുന്നത്. യോർദാൻ കടന്നതിന് ശേഷമാണ് ഇസ്രായേൽ യുദ്ധങ്ങൾ ചെയ്യാൻ പോകുന്നത്. യോർദാന് മുമ്പുള്ളത് ചെറിയ യുദ്ധങ്ങളാണ്, സാമ്പിൾ യുദ്ധങ്ങൾ എന്ന് പറയും. സീഗോനും ഓഗും ഒക്കെ ആയിട്ടുള്ള യുദ്ധങ്ങളൊക്കെ വെറും സാമ്പിൾ യുദ്ധങ്ങൾ മാത്രമാണ്. ഇനിയാണ് കഠിനമായ യുദ്ധങ്ങൾ മുൻപിലുള്ളത്. ആ യുദ്ധങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്നതിന് മുമ്പ് യഹോവയായ ദൈവം അവരോട് കൂടെ ഇരുന്ന് അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമെങ്കിൽ ഇവർ പ്രമാണം അനുസരിക്കണം. ഇവർ പ്രമാണം അനുസരിച്ച് വ്യവസ്ഥയിലേക്ക് വരണം, ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരണം, ഉടമ്പടികൾ പാലിക്കണം. അതിൻ പ്രകാരം ഇവിടെ പരിച്ഛേദന ഏൽക്കുകയാണ്. അവരുടെ ഇടയിലുള്ള എല്ലാവരും A to Z എല്ലാവരും പരിച്ഛേദന ഏൽക്കുകയാണ്. അതായത് ദൈവസന്നിധിയിൽ അവർ ആരാഞ്ഞു നോക്കുമ്പോൾ ഒന്നും പറയാൻ ഇടവരരുത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് വേണ്ടി യുദ്ധം നടത്തണമെങ്കിൽ അവർ പ്രമാണത്തെ മുറുകെ പിടിക്കണം. അടുത്തത് യെരിഹോവിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് എന്ത് ചെയ്യണം? തീക്കല്ല് കൊണ്ട് പരിച്ഛേദന ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് 10-11 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങി ആ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യെരിഹോ സമഭൂമിയിൽ വെച്ച് പെസഹ കഴിച്ചു. തൊട്ടടുത്ത കാര്യം എന്താ? പെസഹ കഴിച്ചു. പെസഹയുടെ കാര്യം പൂർത്തീകരിച്ചു. അവർ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്സവങ്ങളിൽ പ്രധാനപ്പെട്ട ഉത്സവമായ പെസഹ ആചരിക്കുകയാണ്. അപ്പോൾ പരിച്ഛേദന കഴിഞ്ഞു, പെസഹ ആചരിച്ചു കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് 6-ാം അധ്യായം അവർ യെരിഹോവിലേക്ക് അടുക്കുകയാണ്. ഗിൽഗാൽ കഴിഞ്ഞു. അവരുടെ നിന്ന ഉരുട്ടിക്കളഞ്ഞു, അല്ലേ? അവരുടെ നിന്നയെല്ലാം ഉരുട്ടിക്കളഞ്ഞു. ഇനി അവർ മാർച്ച് ചെയ്ത് വരികയാണ്, ഒരു സൈന്യമായിട്ട് വരികയാണ്. ക്രമീകരണങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത് യെരിഹോവിലേക്ക്. അല്ലാതെ ചുമ്മാ കിട്ടിയ വണ്ടിക്ക് കയറി ബാംഗ്ലൂർക്ക് പോയി ഇച്ചിരി നേരം ഡാൻസ് കളിച്ചേക്കാം. അങ്ങനെ ഇച്ചിരി നേരം ഡാൻസ് കളിക്കുന്ന കാര്യമല്ല ഇത്. അത് നമുക്ക് വല്ല കിറുക്കുണ്ടെങ്കിൽ അങ്ങനെ ഡാൻസ് കളിക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവ് എന്താ യോശുവയെ ഓർമ്മിപ്പിക്കുന്നത്? നീ ആൾക്കാരൊക്കെ കൂടെ കൂടി യെരിഹോവിൽ ചെന്നിട്ട് ഡാൻസ് കളിച്ചോളാനാണോ പറഞ്ഞത്? ക്രമീകരണം ഉണ്ടാക്കാനാണ് പറഞ്ഞത്. പരിച്ഛേദന, എല്ലാവർക്കും പരിച്ഛേദന ഏൽപ്പിക്കുക. ഇപ്പം ഈ യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ ഹൃദയ പരിച്ഛേദന ഇല്ലാത്തവർ ഒരുമിച്ച് കൂടി യുദ്ധം നടത്തി എങ്ങനെ ഇരിക്കും? ഹൃദയ പരിച്ഛേദന ഇല്ലാത്ത ആളുകളെല്ലാം കൂടെ കൂടിയിട്ട് ഉണർവ് വരിക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ പരിച്ഛേദനയുണ്ട്. അവർ പെസഹ ആചരിക്കണം. പെസഹായും ചോരത്തളിയും. അതായത് ആ രക്ഷയിലേക്ക് വന്ന ആളുകൾ, രക്ഷയിലേക്ക് വന്നവർ,
വാസ്തവമായി രക്ഷ അനുഭവിക്കണം. പെസഹായും ചോരത്തളി എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയിൽ കഴുകൽ പ്രാപിക്കണം, ക്രൂശിൻ്റെ ദർശനം പ്രാപിക്കണം, വീണ്ടെടുപ്പിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കണം, ഹൃദയപരിച്ഛേദനയിലേക്ക് വരണം. അവർ അത്തരക്കാർ ഒത്തുകൂടുമ്പോൾ അവർ ക്രൂശിനെ ധ്യാനിക്കും. അപ്പോൾ അവരുടെ ഉള്ളിൽ തീ പിടിക്കും. അപ്പോൾ അവർ നാവെടുത്ത് സംസാരിക്കും. അതാണ് അതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ പാറ്റേൺ? ഇനി അടുത്ത കാര്യം, അവരങ്ങനെ യെരിഹോവിലേക്ക് വന്നപ്പോൾ അവർക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് 6 ദിവസം ചുറ്റി 7-ാം ദിവസം ഈ പറഞ്ഞ രീതിയിൽ ആർപ്പിടുകയാണ്. അങ്ങനെ 7-ാം ദിവസം ആർപ്പിടുമ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം യോശുവ പറയുന്നുണ്ട്. ഈ യെരിഹോ വീണ് കഴിയുമ്പോൾ യെരിഹോവിലെ ഒരു സാധനം പോലും നിങ്ങൾ എടുക്കരുത്. യെരിഹോവിലെ യാതൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്? എടുക്കരുതെന്നാണ് പറയുന്നത്. അവിടുത്തെ വെള്ളിയോ പൊന്നോ ധൂമ്ര വസ്ത്രമോ എന്ന് വേണ്ട ഒരു മൊട്ടസൂചി പോലും യെരിഹോവിൽ നിന്ന് എടുക്കരുത്. അങ്ങനെ ഇവർ 6 ദിവസം ചുറ്റി 7-ാം ദിവസം പറഞ്ഞതുപോലെ കാഹള ഊതി യെരിഹോ മതിൽ വീണു. സഹോദരങ്ങളെ, ഈ വിഷയത്തെക്കുറിച്ച് മുൻപ് നമ്മൾ വിശദമായി പ്രസംഗിച്ചിട്ടുള്ള ആളുകളാണ്. ഈ പറഞ്ഞ രീതിയിൽ ക്രമീകരണം പ്രാപിച്ചു വന്ന ഇസ്രായേൽ ജനം അവരുടെ പുരോഹിതന്മാരുടെ ചുമലിൽ പെട്ടകമുണ്ട്, അതായത് ലേവ്യ പുരോഹിതന്മാരുടെ ചുമലിൽ. അതുപോലെ പുരോഹിതന്മാരുടെ കയ്യിൽ കാഹള കൊണ്ട്, ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള കാഹള കൊണ്ട് അവർ കാഹള ഊതുന്നു, പെട്ടകവുമായിട്ട് അവർ നടക്കുന്നു. അതേസമയം അവരുടെ പാളയത്തിൽ യാഗപീഠത്തിൽ തീ കത്തി നിൽക്കുന്നു. ഇതെല്ലാം മുൻപിൽ കാണണം. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴാണ് യെരിഹോ വീഴുന്നത്. യെരിഹോ വീണ് കഴിഞ്ഞതിന് ശേഷം അവർ മുൻപോട്ട് പോയിട്ട് അടുത്ത ഒരു ചെറിയ പട്ടണമാണ് ഹായ് പട്ടണം. ആ ഹായ് പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ ഹായ് പട്ടണത്തിൽ അവർ തോറ്റുപോകുന്നു. അതിൻ്റെ കാരണക്കാരൻ ആഖാനാണ്. ആഖാൻ ഈ ശവദാർപ്പിത വസ്തുക്കളിൽ താല്പര്യപ്പെട്ടിട്ട് ഈ യെരിഹോവിലുള്ള പല കാര്യങ്ങളും ആഖാൻ സൂക്ഷിച്ചു. അവസാനം ചീട്ടു വീണു. ഓരോരോ കുലത്തിന് ചീട്ട് വീണ് അവസാനം ആഖാൻ്റെ പേരിൽ ചീട്ട് വീണു. ആഖാനെ കല്ലെറിഞ്ഞു കൊന്ന കൽക്കൂമ്പാരത്തെ ആഖോർ താഴ്വര എന്ന് വിളിക്കുന്നു. ആഖോർ താഴ്വരയൊക്കെ പെന്തിക്കോസുകാർ പഠിക്കേണ്ടതാ. വേറെ താഴ്വരയൊന്നും പഠിച്ചില്ലെങ്കിലും ആഖോർ താഴ്വര പഠിക്കേണ്ടതാ. കാരണം ഒരു മുൻഗാമി ഇങ്ങനെ പട്ടുപോയതാണെന്നുള്ളത് തിരിച്ചറിയണ്ടേ. അപ്പം നമ്മൾ യെരിഹോവിലേക്ക് വരികയാണ്. യെരിഹോ എന്ന് പറയുന്നത് ശപഥാർപ്പിതം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ശപഥാർപ്പിതം, ശപിക്കപ്പെട്ടത്. ഈ ശപഥാർപ്പിതമായ യെരിഹോവിനെ കുറിച്ച് യോശുവ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടുത്തെ ഒരു സാധനം പോലും എടുക്കരുതെന്നുള്ള പറഞ്ഞിരിക്കുന്നത്. അവിടെ കിടക്കുന്ന ഒരു സാധനത്തിൽ നിങ്ങൾ മോഹിക്കരുത്, യാതൊന്നും മോഹിച്ചെടുക്കരുത്. നിങ്ങൾ മുൻപോട്ട് പോകുക. നിങ്ങൾക്ക് വാഗ്ദത്ത ഭൂമിയിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആവർത്തന പുസ്തകത്തിൽ മോശ എഴുതി തന്നിട്ടുണ്ട്. മോശ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ വിസ്തരിച്ച കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. നല്ലൊരു ദേശത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. ആ ദേശം നിങ്ങൾ അവകാശമാക്കണം. അതിൽ ഈ ഒരു കേസ് മാത്രം, ഒരു എക്സംഷണൽ കേസ് പോലെ നിൽക്കുകയാണ് യെരിഹോയിലുള്ള ഒന്നും നിങ്ങൾ എടുക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. യെരിഹോ ഈ ലോകത്തിൻ്റെ നിഴലാണ് സഹോദരങ്ങളെ. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും അറിയാം, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കുക. യെരിഹോ ഈ കാണുന്ന ലോകത്തിൻ്റെ നിഴലാണ്. അഭിഷിക്തന്മാർ യെരിഹോവിന് ചുറ്റും നടന്നു. യെരിഹോ അവരുടെ കാൽക്കീഴിൽ വന്നു. അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. യെരിഹോ മതിൽ മറിഞ്ഞു വീഴുകയല്ല ഇത്, അത് ഇടിഞ്ഞ് താഴേക്ക് ഭൂമിയിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയത്. യെരിഹോ അഭിഷിക്തന്മാരുടെ കാൽക്കീഴിലേക്ക് വന്നു. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ കാൽക്കീഴിലേക്ക് വന്നു. അത് ഈ ലോകത്തിൻ്റെ നിഴലാണെന്ന് പറഞ്ഞു. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ രക്ഷയുമായി ബന്ധപ്പെട്ട്, ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട്, ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? പെസഹായും ചോരത്തളി ആചരിച്ച് മിസ്രയീം വിട്ടു, ദെൻ ചെങ്കടൽ കടക്കുന്നു. അതൊക്കെ എന്തിൻ്റെ നിഴലാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു, മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് യോർദാൻ കടന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ യെരിഹോവിലേക്ക് വരുന്നു. ആ യെരിഹോവിൻ്റെ പ്രത്യേകത എന്താ? യെരിഹോവിൽ മാനം മുട്ട നിൽക്കുന്ന ഒരു കോട്ടയാണ് യെരിഹോ കോട്ട. ഇനി മുൻപോട്ട് മാർച്ച് ചെയ്യണം. വാഗ്ദത്ത ഭൂമിയുടെ കണ്ണായ ദേശങ്ങളിലേക്ക് കടന്നു പോകണം. പാലും തേനും ഒഴുകുന്ന ദേശം, നല്ലൊരു ദേശം, അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മനോഹരമായ ദേശം. ആ ദേശം ഇവർക്ക് കൺകുളിർക്ക് കാണാൻ കഴിയാതെ വണ്ണം, ഒരു ഭാവനാ രീതിയിലാണ് പറയുന്നത്, യെരിഹോ കോട്ട ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ യെരിഹോ കോട്ട അവരുടെ കാൽക്കീഴിൽ വന്നു കഴിയുമ്പോൾ വാഗ്ദത്ത ഭൂമി അവർ കാണുകയാണ്. അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, മഹിമകൾ, അത് ഇസ്രായേൽ ജനം കാണുകയാണ്. പക്ഷേ അതിനു മുമ്പ് തടസ്സമായിട്ട് എന്തുണ്ട്? യെരിഹോ ഉണ്ട്. യെരിഹോവിൽ ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ വാഗ്ദത്ത ഭൂമിയിലെ ഒരു കാര്യവും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് യെരിഹോ എന്ത് ചെയ്യണം? യെരിഹോ കാൽക്കീഴിൽ വരണം. ഒരു പുതിയ നിയമ ശുശ്രൂഷകനെ സംബന്ധിച്ച് അവൻ്റെ കാൽക്കീഴിലായിരിക്കണം യെരിഹോ.
എന്നിട്ടേ മുൻപോട്ട് ശുശ്രൂഷയ്ക്ക് കടന്നു പോകാൻ കഴിയൂ. അല്ലാത്ത ശുശ്രൂഷകളൊന്നും ശോഭിക്കാൻ പോകുന്നില്ല. അല്ലാത്ത ഒരു ശുശ്രൂഷ ശോഭിക്കാൻ പോകുന്നില്ല. ഇനി വിശ്വാസിയുടെ കാര്യം പറഞ്ഞാലോ, അവൻ്റെയും കാൽക്കീഴിൽ കിടക്കണം ഈ എരിഹോ. എരിഹോ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് ശപഥാർപ്പിതമാണ്. ഈ കാണുന്ന ഭൂമി, ഇതിലെ സംവിധാനങ്ങളെല്ലാം ഇതെല്ലാം ശപിക്കപ്പെട്ടതാണ്. ഇതെല്ലാം ശപിക്കപ്പെട്ടതാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ അപ്പോസ്തലന്മാർ എന്താ പറയുന്നത്? ഇതിനെക്കുറിച്ച് നമ്മുടെ അപ്പോസ്തലന്മാർ, വിശേഷിച്ച് പൗലോസ്ലീഗ എന്താ പറയുന്നത്? ഫിലിപ്പ് ലേഖനത്തിലേക്ക് വരണം. ഫിലിപ്പ് ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ്ലീഗ ഈ കാര്യങ്ങളെയെല്ലാം, ഈ എരിഹോവിലെ കാര്യങ്ങളെയെല്ലാം കണ്ടിട്ട്, ഈ ലോകമാകുന്ന എരിഹോവിനെ കണ്ടിട്ട് എന്താ പറയുന്നത്? എല്ലാം ചവറെന്ന് താൻ എണ്ണുന്നു എന്ന്. തൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം എല്ലാം ചവറെന്നെണ്ണുന്നു താന്. എല്ലാം ശപഥാർപ്പിതമാണ്. അതേസമയം നമുക്കിതിനകത്ത് എല്ലാം ഉപയോഗിക്കാം. യൂസ് ആൻഡ് ത്രോകളാണ്. ഉപയോഗിച്ച ശേഷം വിട്ടുകളയുക, അത്രയേ ഉള്ളൂ. കെട്ടിപ്പിടിക്കരുതെന്ന് മാത്രം. ഇതിലൊന്നും മോഹിക്കരുത്. ഇതൊന്നും എല്ലാം പിടിച്ചടക്കാനുള്ള ആവേശത്തിലേക്ക് വരരുത്. അപ്പോൾ ഇതിലെ ആത്മീയ അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിലെ ആത്മീയ അർത്ഥങ്ങൾ എന്താ പറഞ്ഞത്? എരിഹോ ഈ ലോകത്തിൻ്റെ നിഴലാണ്. എരിഹോവിലുള്ള കാര്യങ്ങളെല്ലാം ശബ്ദാർപ്പിതമാണ്. അതേസമയം നമ്മളിതെല്ലാം ഉപയോഗിക്കുന്നു. ഇതെല്ലാം ഓർത്തുകൊള്ളണം. പത്രോസിൻ്റെ വാക്കുകൾ അവഗണിക്കരുത്. നമ്മുടെ പ്രിയങ്കരായ അപ്പോസ്തലന്മാരാണ് അവർ വ്യക്തമായി പറഞ്ഞു വെച്ചിരിക്കുകയാണ്, തീ തയ്യാറാണ്. ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടാൻ സമയമായിരിക്കുന്നു. യേശുക്രിസ്തു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി അഗ്നിജ്വാലയിൽ വെളിപ്പെടും പിന്നത്തേതിൽ. അത് കഴിഞ്ഞ് അടുത്തടുത്ത പടികളിലേക്ക് പോയി കഴിയുമ്പോൾ പത്രോസ് പറയുകയാണ്, ഈ കാണുന്ന ഭൂമിയും സംവിധാനങ്ങളും ഒക്കെ തീ കൊണ്ട് കത്തിച്ചു കളയും. എല്ലാം തീ കൊണ്ട് കത്തിച്ച് കളയും. ശപഥാർപ്പിത വസ്തുക്കളെല്ലാം തീ കൊണ്ട് കത്തിച്ച് ശുദ്ധീകരിക്കും. ശപഥാർപ്പിത വസ്തുക്കളെല്ലാം, അതിനെല്ലാം മാറ്റം വരാൻ പോകുന്നത് പത്രോസ് പറഞ്ഞതുപോലെ ഇത് തീയിലൂടെ കടത്തിവിടുന്നു. പിന്നീട് പുതിയ ഭൂമിയും പുതിയ ആകാശവും, അതിലേക്ക് ദൈവത്തിൻ്റെ നഗരമായ പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരമിറങ്ങി വരുന്നു. അങ്ങനെ അനവധി കാര്യങ്ങളല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. ആ നഗരത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ ഇപ്പോൾ എരിഹോ കാൽക്കീഴിലിടണം. അതേസമയം ഈ ഉണർവൊക്കെ നടത്തുന്ന ആളുകളെ ഞാൻ എടുത്ത് പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇവരെല്ലാം ആഖാൻ്റെ കുലത്തിൽപ്പെട്ടവരാണ്. ഉണർവ് കത്തി നിൽക്കുമ്പോൾ ഇവന്മാർ എന്നതാ പറയുന്നത്? പൗണ്ടും ഡോളറും ദിനാറും ലോകത്തിൻ്റെ കറൻസികൾ വരുന്നു. 100ൻ്റെ നോട്ട് കാണാത്ത നീ ഇനി 100ൻ്റെ നോട്ട് കാണാൻ പോകുന്നു. യഥാർത്ഥ ഉണർവിൻ്റെ കാര്യമായി പറഞ്ഞു കൊണ്ടുവരുന്നത്. ഇസ്രായേൽ മക്കൾ യോർദാൻ കടന്നു. ഗിൽഗാലിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് ഓർത്തോണം. അവിടെ പരിച്ഛേദനയേറ്റു, പെസഹ ആചരിച്ചു, ക്രമീകരണങ്ങളെല്ലാം ഓക്കെ, എവറിത്തിങ് ഓക്കെ. ഇനി മുൻപോട്ട് മാർച്ച് ചെയ്യുകയാണ്. എരിഹോയ്ക്ക് ചുറ്റും അവർ നടന്നു. കാഹളത്തെക്കുറിച്ച് ഈ നമ്മുടെ തമിഴ് ബ്രദർ പറഞ്ഞ ഒരു വാക്യം കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് വായിക്കണം. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യം. കാഹള ഊതുമ്പോൾ പാളയത്തെ പുറപ്പെടുവിക്കുവാനും അതുപോലെ ഇസ്രായേൽ മക്കളുടെ ഒത്തുചേരലിനൊക്കെ ആയിട്ട് ഈ വെള്ളിക്കാഹളങ്ങൾ ഉപയോഗിക്കും. ഇവിടെ ഇത് വെള്ളിക്കാഹളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് മറ്റു ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ യുദ്ധത്തിന് പോകുന്ന സമയങ്ങളിലൊക്കെ ഈ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹള അവർ ഊതും, സൈന്യത്തെ കൂട്ടിച്ചേർക്കാൻ. അതുപോലെ ജയത്തിൻ്റെ സമയങ്ങളിലൊക്കെ അവർക്ക് ജയം ലഭിച്ചു കഴിയുമ്പോൾ ആഹ്ലാദം കൊണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാഹള ഊതുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹള ഊതണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും. അതായത് യുദ്ധത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ മക്കൾ ഗംഭീരധ്വനി ഊതുന്ന കാര്യമാണ് ഇവിടെ വായിക്കുന്നത്. അങ്ങനെ ഈ ഗംഭീരധ്വനി ഊതുന്ന സമയത്ത് ഇനി വേറെ ഭാഗത്തുണ്ട്. ശമൂവേലിൻ്റെ പുസ്തകത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് ഈ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹള ഊതുന്ന കാര്യങ്ങളൊക്കെ. അതൊക്കെ നമുക്കവിടെ കാണാം. കാഹളത്തെ നമ്മൾ കാണുന്നൊരു കാഴ്ച പുറപ്പാട് ദിവസം 19-ാം അധ്യായത്തിലുണ്ട്. 19-ാം അധ്യായത്തിൽ ദൈവസാന്നിധ്യം സീനായിൽ ഇറങ്ങുമ്പോൾ കാഹളധ്വനി അവിടെ നമുക്ക് കേൾക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നീട് പല സ്ഥലങ്ങളിലും കാഹളധ്വനിയെക്കുറിച്ച് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇസ്രായേൽ വെള്ളി കൊണ്ടുള്ള കാഹള ഊതുന്നത് പോലെ നമ്മളെ സംബന്ധിച്ച് നമുക്കങ്ങനെ ഒരു പ്രമാണമില്ല. ഇന്ന് വെള്ളി കൊണ്ടുള്ള കാഹള ഊതാൻ പാകത്തിന് അങ്ങനെ ഒരു പ്രമാണമില്ല. അക്ഷരികമായൊരു കാഹള ഊതുന്ന കാര്യമല്ല അവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന ഈ കാഹളം എന്ന് പറയുന്നത് ഒരു പുതിയ നിയമ ശുശ്രൂഷകനെയാണ് കാണിക്കുന്നത്. ഈ വെള്ളി കൊണ്ടുള്ള കാഹളം അടിപ്പ് പണിയായിട്ട് ഉണ്ടാക്കുന്നതാണ്. ആ കാഹളം പുതിയ നിയമ ശുശ്രൂഷകരെ കാണിക്കുന്നു, വിശേഷാൽ സുവിശേഷകരെ കാണിക്കുന്നു. അതിൽ ഒരു വിശേഷപ്പെട്ട ഒരു പദവിയായിട്ടാണ് സുവിശേഷകരുടെ കാര്യം പറയുന്നത്. ഒരു സുവിശേഷകൻ എങ്ങനെ വാർത്തെടുക്കപ്പെടുന്നു എന്നാണ് 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്.
ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ കൊള്ളാകുന്നവരായി തെളിഞ്ഞു വന്നതുപോലെ. അതായത് സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഒരുവനെ ദൈവം കൊള്ളാകുന്നവനായി പണിതൊരുക്കിയെടുക്കുകയാണ്. അടിപ്പുപണികളാണ്. ഒരു സുവിശേഷകൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ്റെ ജീവിതത്തിൽ ദൈവം ധാരാളം അടിപ്പുപണികൾ അനുവദിക്കും. ധാരാളം അടിപ്പുപണികൾ. അത് നിന്ദകളാകാം, അവമാനങ്ങളാകാം, പഴികളാകാം, ദുഷികളാകാം, അനവധി കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. ആ നിലകളിലൊക്കെ ആയിരിക്കും അവർ അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. നിശ്ചയമായും അവരൊരു കാഹളമായി മാറണമെങ്കിൽ തിമത്തിയോസിനോട് എന്താ പൗലോസ് പറഞ്ഞത്? എൻ്റെ മകനെ തിമത്തിയോസെ, നീ ഒരു കാഹളമായി മാറണമെങ്കിൽ നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അങ്ങനെ കഷ്ടങ്ങൾ സഹിച്ച് അടിപ്പുപണിയായി പണിതൊരുക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ദാസന്മാരുടെ ശബ്ദം അത് കാഹളനാദം പോലെയുള്ള ശബ്ദമായിരിക്കും. അത് സാത്താനി ലോകത്തെ വിരളി പിടിപ്പിക്കും. അതൊരു ഗംഭീര ധ്വനി പോലെയാണ്. ഒരു സുവിശേഷകൻ സുവിശേഷം അറിയിക്കുമ്പോൾ പാതാളത്തിൻ്റെ അടിത്തറകൾ ഇളകും. അത് ഈ കുഴൽ വെച്ച് ഊതിയാലൊന്നും പിശാച് ചിരിക്കുകയുള്ളൂ. പിശാച് അന്ന് തല കുത്തി മറിഞ്ഞാൽ ചിരിച്ചത് അടൂര് വന്ന്. അയ്യോ, വട്ടന്മാരെല്ലാം കൂടെ ഒത്തുകൂടിയെന്നായിരിക്കും പുള്ളി പറയുന്നത്. ഇതിൻ്റെ ആത്മീയ അർത്ഥങ്ങളോ മാനങ്ങളോ ഒന്നും ചിന്തിക്കുന്നില്ല ഇവർ. ചുമ്മാ ഒരു കുഴലുമായിട്ട് വന്ന് കൂവിക്കഴിഞ്ഞാൽ പിശാച് ചിരിക്കല്ലേ ഉള്ളൂ. നമ്മുടെ കാത്തലിക് സഹോദരങ്ങളൊക്കെ പറഞ്ഞ പോലെ പിശാചിനെ കണ്ടാൽ കുരിശ് കാണിച്ചാൽ പോയെന്ന്. പിശാച് 2 കുരിശ് ഇങ്ങോട്ട് തരും വേണമെങ്കിൽ. കുരിശ് കണ്ട ഓടുന്നയാളാണോ പിശാച്? പിശാച് ഓടുന്ന കാര്യങ്ങളെക്കുറിച്ച് വചനത്തിൽ പറയുന്നില്ലേ പിശാചിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന്? എഫേസ് ലേഖനം 6-ാം അധ്യായം തുറന്നേ. ഇപ്പോൾ യെരിഹോ കോട്ടയുടെ ചുറ്റും അവർ നടന്ന കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ തന്നെ പറഞ്ഞ വാക്യമാണ് സംഖ്യാപുസ്തകം 10:9. അതിൻ്റെ ഒരു വിശദീകരണമാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു വിശദീകരണം, ഇസ്രായേൽ മക്കൾ ഗംഭീരധ്വനി ഊതിക്കൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടതുപോലെ ഒരു പുതുനിയമ ശുശ്രൂഷകരെ സംബന്ധിച്ച് നമ്മളോട് പറയുകയാണ്. എഫേസ് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ വരുമ്പോൾ കാണുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. അങ്ങനെയല്ലേ പറഞ്ഞു തുടങ്ങുന്നത്? നമുക്ക് പോരാട്ടം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ സംഖ്യാപുസ്തകത്തിൽ ശത്രുവിനോട് എതിർത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതിനാണ് ഗംഭീരധ്വനി ഊതുന്നതെന്ന് പറയുന്നു. ഇവിടെ വരുമ്പോൾ നമുക്ക് പോരാട്ടം ഉണ്ടെന്ന് പറയാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട്, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ആറ്റിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം എടുത്തുകൊള്ളുവീൻ. അങ്ങനെയാണോ? അങ്ങനെ ആയിരിക്കുമോ? നിങ്ങളുടെ ആരുടെങ്കിലും പുസ്തകത്തിൽ അങ്ങനെയുണ്ടോ? ഞാൻ വായിച്ചപ്പോൾ അങ്ങനെ തെറ്റിപ്പോയതാണോ? ഒന്നോടെ നോക്കാം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ ആറ്റിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം എടുത്തുകൊള്ളുവീൻ. അടൂരുകാരൊക്കെ കേട്ടോണം. ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള കാഹളം എടുക്കാനാണോ ഇവിടെ പറഞ്ഞത്? ഇവിടെ എന്താ പറഞ്ഞത്? സർവായുധ വർഗം ധരിക്കാൻ. നമുക്ക് പോരാട്ടമുണ്ട്, വാസ്തവമാണ്. അത് മനുഷ്യരോടല്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ചുറ്റുമുള്ള ജാതികളോടാണ് പോരാട്ടം. നമുക്ക് മനുഷ്യരോടല്ല. നമുക്ക് പോരാട്ടമുള്ള കാര്യമാണ് 12-ാം വാക്യത്തിൽ കണ്ടത്. അത് സാത്താനി ലോകത്തോടാണ്. അങ്ങനെ പോരാടി അവനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ സർവായുധ വർഗം ധരിക്കണം. അല്ലാതെ ആട്ടിൻകൊമ്പ് കൊണ്ട് കൂവിക്കഴിഞ്ഞ് ഞാൻ പറഞ്ഞു പിശാച് ചിരിച്ചെന്ന്. എന്നിട്ട് താഴേക്ക് വായിക്കുന്നത് എന്താ? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. അപ്പോൾ ശത്രുവിൻ്റെ കയ്യിൽ തീയമ്പുകളുണ്ട്. ആ തീയമ്പുകളെയൊക്കെ കെടുക്കുക മീൻസ് അതിനെ തകർക്കുക അല്ലെങ്കിൽ തടയുക എന്നുള്ള അർത്ഥത്തിൽ നിങ്ങളുടെ കയ്യിൽ എന്തു വേണം? വിശ്വാസം എന്ന പരിചയം വേണം. ഒരുവനിൽ വിശ്വാസം എങ്ങനെയാണ് വരുന്നതെന്നാണ് റോമാലേഖനം പറയുന്നത്. വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ. ഈ ഉണർവ് നടക്കുന്ന സ്ഥലത്തൊക്കെ ക്രിസ്തുവിൻ്റെ വചനമാണോ പറയുന്നത്? വിശ്വാസം വർദ്ധിക്കുന്ന വചനമാണോ പറയുന്നത്? അവർ സൈക്കോളജിക്കലി ആളുകളിൽ വിശ്വാസം കൊണ്ടുവരികയാണ്. സൈക്കോളജിക്കൽ ഇടപാടുകളാണ്. ജനത്തെ ഒരു മാസ്മരിക ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവർ ശബ്ദം കൂട്ടിയും ശബ്ദം കുറച്ചും പ്രസംഗിക്കും. ആ സമയത്ത് 2 ബിരുദന്മാരവിടെ ഒരു ഓർഗനുമായിട്ട് നിന്നിട്ട് ഇങ്ങനെ ചെറിയ സൗണ്ടിൽ ആ ഓർഗൻ്റെ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ വിടും. ആളുകളെ ആകർഷിക്കത്തക്കവണ്ണം, ആളുകളെ സ്വാധീനിക്കത്തക്കവണ്ണം ഓർഗൻ്റെ ശബ്ദം ഇങ്ങനെ അവരെ സ്പർശിക്കും. ആ സമയത്ത് ഇവർ പല കാര്യങ്ങളും പറയും. ആരാണെങ്കിലും വിശ്വസിച്ചു പോകും. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വിമാനം വന്ന് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഇറങ്ങുവാണെങ്കിൽ ഇറങ്ങട്ടെ എന്ന് വയ്ക്കും. ഈ വിമാനമൊന്നും വേണ്ട, ഹെലികോപ്റ്ററെങ്കിലും വരുവാണെങ്കിൽ വരട്ടെ. അങ്ങനെയൊക്കെ ആളുകൾ ചിന്തിച്ചു പോകും. പക്ഷെ നമ്മളിവിടെ കാണുന്നത് എന്താ?
നമ്മളിവിടെ അന്യരും പരദേശികളുമാണ്, യാത്രക്കാരാണ്. യാത്രയ്ക്ക് തടസ്സമായി, മുന്നേറ്റങ്ങൾക്ക് തടസ്സമായി തീയമ്പുകൾ വരാം. ആ തീയമ്പുകളെ തടുക്കേണ്ടതിന് വിശ്വാസം എന്ന പരിച വേണം കയ്യിൽ. ഞാൻ കണ്ടിട്ടുള്ള വിശ്വാസികളിൽ വളരെ കുറച്ച് ആളുകളുടെ കയ്യിൽ ഈ പറഞ്ഞ പരിചയമുള്ളൂ. തീയമ്പുകളെയൊക്കെ തടുക്കുന്ന പരിച കയ്യിലുള്ള വിശ്വാസികൾ വളരെ കുറച്ചേ ഉള്ളൂ. ഉപദേശിമാരുടെ കാര്യമൊക്കെ പറയാതിരിക്കുക ഭേദം. ഇപ്പം നമ്മൾ കണ്ണാലെ കണ്ടതാണ് ഉപദേശിമാരുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന്. അവരുടെ കയ്യിൽ മരക്കമ്പുണ്ട്, മരക്കമ്പ് ഒടിച്ച് 2 കഷ്ണമാക്കി വെച്ച മരക്കമ്പ്. വചനം പറയുന്നത് എന്താ? വിശ്വാസം എന്ന പരിച, പിന്നെ താഴേക്ക് കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കുക, പുതിയ നിയമ ശുശ്രൂഷകർ സർവായുധ വർഗം ധരിക്കണം. അവരുടെ കയ്യിൽ വിശ്വാസം എന്ന പരിച വേണം, മറുകയിൽ വചനം എന്ന വാള് വേണം. ഇതാണ് പുതിയ നിയമ ശുശ്രൂഷകനെ സംബന്ധിച്ചും വിശ്വാസിയെ സംബന്ധിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. ഇതിനിടയ്ക്ക് എവിടെ ആട്ടിൻകൊമ്പിൻ്റെ കാര്യം പറഞ്ഞത്? ആട്ടിൻകൊമ്പിൻ്റെ കാര്യം എവിടെ പറഞ്ഞത്? നിങ്ങൾ ആട്ടിൻകൊമ്പിൻ്റെ കാര്യം അങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ലേവ്യ പുസ്തകത്തിലും പഴയ നിയമത്തിലെ പല ഭാഗങ്ങളിലും എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം അക്ഷരികമായിട്ട് എടുക്കണം. ആട്ടിൻകൊമ്പ് മാത്രമാണോ അക്ഷരികമായിട്ട് എടുക്കുകയുള്ളൂ? യെരിഹോ കോട്ടയുടെ ചുറ്റും ആട്ടിൻകൊമ്പ് കൊണ്ട് പോയി ഊതിയപ്പോൾ യെരിഹോ കോട്ട വീണെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? ഏത് പാസ്റ്ററാ അത് പഠിപ്പിച്ചത്? അങ്ങനെ ആട്ടിൻകൊമ്പ് കൊണ്ട് കൂവിയാലൊന്നും യെരിഹോ കോട്ട വീഴില്ല. യെരിഹോ കോട്ട വീഴണമെങ്കിൽ ദൈവത്തിൻ്റെ പെട്ടകം, ബലത്തിൻ പെട്ടകം, ചുമലിലുള്ള പുരോഹിതന്മാർ അതിന് ചുറ്റും നടക്കണം, എന്നിട്ട് കാഹള ഊതണം, എന്നാലേ വീഴുള്ളൂ. അല്ലാതെ ചുമ്മാ ആട്ടിൻകൊമ്പും കൊണ്ട് വന്നാൽ വീഴുവോ? അപ്പം നിങ്ങൾ ആട്ടിൻകൊമ്പ് കൊണ്ട് വന്ന് ഇവിടെ അടൂര് കാഹള ഊതുകയാണെങ്കിൽ എവിടെയാ പെട്ടകം? എവിടെയാ മിസ്റ്റർ പാസ്റ്റർ? താങ്കളുടെ ചുമലിൽ എവിടെയാ പെട്ടകം? പെട്ടകം ആത്മീയമായിട്ട് എടുത്താൽ പോരെ? എന്നാൽ ആട്ടിൻകൊമ്പും ആത്മീയമായിട്ട് എടുക്കണം. പെട്ടകം നിങ്ങൾ ആത്മീയമായിട്ട് എടുക്കുമ്പോൾ ആട്ടിൻകൊമ്പോ അക്ഷരികമായിട്ട് എടുക്കുമോ? അത് എവിടത്തെ വ്യാഖ്യാന വ്യവസ്ഥയാണ് മിസ്റ്റർ പാസ്റ്റർ? താങ്കൾ ബൈബിൾ സ്കൂളിലെ സീനിയർ അധ്യാപകനല്ലേ? താങ്കൾക്ക് അറിയില്ലേ ഇത്? ഒരു വാക്യത്തിലെ 2 കാര്യത്തിൽ ഒരെണ്ണം ആത്മീയവും ഒരെണ്ണം അക്ഷരികമായിട്ട് വ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന്. ഈ ജനത്തെയെല്ലാം വഞ്ചിക്കുകയല്ലേ നിങ്ങൾ? ചതിക്കുകയല്ലേ? ശരിക്കും ചതിക്കുകയല്ലേ? ഒരു പ്രഹസനമല്ലേ എന്ന് അവിടെ ചെയ്തത്? എന്നാ വലിയ പ്രഹസനമാണ് സഹോദരങ്ങൾ! ഇത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. ഉറക്കം വരാനാണ് ഇതൊക്കെ പ്രസംഗിക്കുന്നത്. ഉറക്കം വരാനല്ല, ഭയങ്കര വിഷമമുണ്ട് സഹോദരങ്ങളെ. ചിരിച്ചോണ്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ വലിയ അഭിമാനത്തോടെ കടന്നു വന്ന എൻ്റെ സമൂഹം, ആ സമൂഹം കാണിക്കുന്ന പേക്കൂത്തുകൾ കാണുമ്പോൾ, വചനത്തെ വളച്ചൊടിച്ച് കളയുമ്പോൾ എനിക്കൊരു അരമണിക്കൂറും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ കുറേ കാര്യങ്ങളും കൂടെ പറയാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങളെ ശിക്ഷിക്കില്ല. ക്ലോക്കിലേക്കൊന്നും നോക്കണ്ട, ഞാൻ ഇവിടെ നിർത്തുക. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം ബാക്കി എവിടെയെങ്കിലുമൊക്കെ ഇട്ട് പൂരിപ്പിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത്? ഇവിടെ എനിക്കൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാനുണ്ടായിരുന്നു. ഇവിടെ കൺക്ലൂഡ് ചെയ്യാനുള്ളത് ഉസ്സയെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു. ഉസ്സ, കുന്നിൻമോളിലുള്ള അമ്മിനാദാവിൻ്റെ 2 മക്കളിൽ ഒരുവനായ ഉസ്സയെ മുന്നിൽ നിർത്തണമായിരുന്നു. ആരെവിടെയെന്ന് ചോദിച്ചപ്പോൾ ചാടി ഇറങ്ങി വന്ന് ഞാനിവിടെയെന്നും പറഞ്ഞ് പെട്ടകത്തിൻ്റെ മുമ്പിലേക്ക് വന്ന് പെട്ടകം തെളിച്ചയാളാ ഉസ്സ. ദാവീദ് പറഞ്ഞു കേട്ടിട്ട് പുള്ളി എടുത്തു ചാടി ഉണർവാന്നും പറഞ്ഞ് കുന്നിൻമോളിലുള്ള അമ്മിനാദാവിൻ്റെ വീട്ടിൽ നിന്ന് പെട്ടകം കൊണ്ടുവരുന്നു. ഉണർവ്. ഞാൻ വാക്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അടുത്ത ആഴ്ച അതും പറഞ്ഞേക്കാം. ഉസയ്ക്കും ബെമ്പിളയ്ക്കും പോയി എല്ലാം, അല്ലല്ലോ? ഉസയുടെ ബെമ്പിളയ്ക്ക് പോയി എല്ലാം. ദാവീദ് പൊടി തട്ടി വീട്ടിൽ പോയി. ട്രാൻസ്ലേറ്റ് ചെയ്ത പാസ്റ്ററും കൊമ്പടിച്ച പാസ്റ്ററും പിന്നെ എന്നാ കൊഴലൂതിയ പാസ്റ്ററും പൊടി തട്ടി വീട്ടിൽ പോകും. അവിടെ നിന്ന് ഡ്രാമ കണ്ട പെന്തിക്കോസുകാരാ, നിന്നെ ഓർത്ത് സഹതാപം തോന്നുന്നു. ഈ ജനം വചനത്തിലല്ല നിൽക്കുന്നത്. വചനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ, സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹള ഊതിയത് യെരിഹോവിലല്ലേ, പഴയ നിയമത്തിലല്ലേ? നമ്മുടെ അപ്പോസ്തലന്മാരാരും അങ്ങനെ ഊതിയിട്ടില്ലല്ലോ. പഴയ നിയമവും പുതിയ നിയമവും കൂടെ നമുക്ക് കൂട്ടിക്കുഴയ്ക്കാൻ പറ്റുമോ? അങ്ങനെ കൂട്ടിക്കുഴയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. പഴയ നിയമത്തിലെ എല്ലാ കാര്യത്തിനും ആത്മീയ അർത്ഥങ്ങളല്ലേ പുതിയ നിയമത്തിലെടുക്കുന്നത്? അതെ. അതിനങ്ങനെ സുബോധമുള്ള പാസ്റ്റർമാരുടെ കൈക്കീഴിലൂടെ പോയി പഠിച്ചു വന്ന് വിശ്വാസിക്ക് അത് മനസ്സിലാകും. അല്ലാത്തവന് ഇതൊന്നും മനസ്സിലാകില്ല. അവർ പറയും 66 പുസ്തകം ഒരുപോലെ ഇരിക്കുമെന്ന് പറയും. അതെ, ഒരുപോലെ ഇരിക്കുന്നത്, എല്ലാം ഒരു പേപ്പർ കൊണ്ട് അച്ചടിച്ചേക്കുന്നത്. പഴയ നിയമത്തിലെ കാര്യങ്ങൾ അങ്ങനെ തന്നെ പുതിയ നിയമത്തിൽ എടുക്കരുതെന്നേ. പഴയ നിയമം നിഴലാണ്, കേവലം നിഴൽ മാത്രം, പഠനത്തിന് വേണ്ടി മാത്രമുള്ളതാണ് പഴയ നിയമം. ദൈവത്തെക്കുറിച്ചും സൃഷ്ടിപ്പിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ പഴയ നിയമത്തിൽ പോകണ്ടേ നമുക്ക്? സഭയെക്കുറിച്ചുള്ള ആധികാരിക പഠനങ്ങളാണ് പഴയ നിയമത്തിൽ കിടക്കുന്നത്. സഭയെക്കുറിച്ചുള്ള ആധികാരിക പഠനങ്ങൾ ആരംഭിക്കുന്നത് ഹോരേബിലാണ്. ആദ്യമായിട്ട് കേൾക്കുന്നവർ നടുങ്ങിപ്പോവും. സഭയെക്കുറിച്ചുള്ള ആധികാരിക പഠനങ്ങൾ ആരംഭിക്കുന്നത് എവിടെയാ? മാളിക മുറിയിലൊന്നുമല്ല.
അതങ്ങ് ഹോരേബി തുടങ്ങിയാണ്. പർവ്വതത്തിലെ മാതൃക പ്രകാരം ദൈവസഭ പണിയപ്പെടേണ്ടതിൻ്റെ ആവശ്യകത, അനിവാര്യതയൊക്കെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതെല്ലാം പഠനത്തിന് വേണ്ടി, കൂടുതൽ തെളിമയ്ക്ക് വേണ്ടിയും, നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഉറയ്ക്കാൻ വേണ്ടിയും, നമ്മുടെ പ്രത്യാശയിൽ വർദ്ധിക്കാൻ വേണ്ടിയും ഈ കാര്യങ്ങളൊക്കെ എടുക്കുക. ഇത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കരുത്. വചനങ്ങളൊന്നും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്, ഇംഗിതങ്ങൾക്കും വേണ്ടി ഒരിക്കലും വളച്ചൊടിക്കരുത്. കനത്ത വില കൊടുക്കേണ്ടി വരും. ന്യായവിധി കനത്തതായിരിക്കും. തമ്പുരാൻ ചോദിക്കില്ലേ, ആട്ടിൻകൊമ്പോടുള്ള കാഹള ഊതുമ്പോൾ പെട്ടകം എവിടെയെന്ന് ചോദിക്കില്ലേ? പെട്ടകം എവിടെയാന്ന് ചോദിക്കില്ലേ? പെട്ടകം വേണ്ടേ? അപ്പോൾ പെട്ടകം ആത്മീയമായിട്ട് എടുക്കുന്നു. പെട്ടകം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ കാഹളം നമ്മളാ സഹോദരങ്ങളെ, നമ്മളാണ് ഊതേണ്ടത്. 118 സങ്കീർത്തനം 15 വാക്യത്തിൽ പറയുന്നത്, നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷമുണ്ട്. നമ്മുടെ ശബ്ദങ്ങൾ കാഹളനാദം പോലെയാണ് പുറത്തേക്ക് വരുന്നത്. നാം ആത്മാവിൽ ആരാധിക്കുമ്പോൾ, നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ, നാം ഒത്തുകൂടുമ്പോൾ. വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. കാഹള ധ്വനികളാണ് പുറപ്പെട്ടു വരുന്നത്. കാഹള ധ്വനികൾ. സാത്താന്യ ലോകം വറച്ചു പോവുകയായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭ എഴുന്നേറ്റ് വന്നപ്പോൾ അജയ്യമായി നിൽക്കുകയായിരുന്നു. തകർക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല. റോമൻ വാളുകൾ തലങ്ങും വിലങ്ങും പാഞ്ഞിട്ടും അശേഷം ആ വിശ്വാസത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. രക്തസാക്ഷികളുടെ രക്തത്തിൽ പുതുനാമ്പുകൾ കിളുത്ത് വരികയായിരുന്നു. തകർക്കാൻ സാധിച്ചില്ലെന്നേ റോമൻ വാളുകൾക്ക്. റോമൻ ഇമ്പീരിയൽ മുദ്രകളെയൊക്കെ തകർത്തവനാണ് നമ്മുടെ കർത്താവ്. ആ വാളുകളും നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ കാലത്തും ദൈവമക്കൾ വിശുദ്ധിയിൽ നിന്നാൽ, അവർ പെസഹായും ചോരത്തലി ആചരിച്ചവരാണെങ്കിൽ, അവർ ഹൃദയപരിച്ഛേദന ഏറ്റവരാണെങ്കിൽ, അവർ പ്രമാണത്തെ മുറുകെ പിടിക്കുന്നവരാണെങ്കിൽ, നിശ്ചയമായും സാത്താന് തൊടാൻ കഴിയില്ല. അവൻ്റെ ചുമലിൽ പെട്ടകൊണ്ട് അവൻ പരിച്ഛേദന ഏറ്റവരാണ്. പെസഹായും ചോരത്തലി ആചരിച്ചവനാണെങ്കിൽ സാത്താന് എന്നാ ചെയ്യാൻ പറ്റും? സാത്താൻ ഓടും. രക്തമടയാളമാണ്, രക്തമടയാളം. ചുമലിൽ പെട്ടകം, ബലത്തിൻ പെട്ടകമാണ് ഇരിക്കുന്നത്. അധരം തുറന്ന് ആട്ടിൻകൊമ്പിൻ്റെ കാഹളമല്ല, ഗംഭീര ധ്വനിയാണ് മുഴക്കുന്നത്. ആ ഗംഭീര ധ്വനിയിൽ ഞാൻ പറഞ്ഞു, സാത്താനി ലോകം വറച്ചു പോകുമെന്ന്. സാത്താനി ലോകം വറച്ചു പോകും. ഒരു കയ്യിൽ വാളും മറുകയിൽ പരിചയമായിട്ട് നിൽക്കുകയാണ്. സർവായുധ വർഗം ധരിച്ചു നിൽക്കുന്ന അവൻ്റെ മുമ്പിൽ ആര് വരും? അവനെ ആർക്ക് ഞെരുക്കാൻ കഴിയും? എന്ത് ഞെരുക്കുന്ന നിങ്ങൾ ഈ പറയുന്നത്? എന്ത് ഞെരുക്കുന്ന പറയുന്നത്? വഞ്ചനകളുടെ ഒരു ലോകം, ഉസയെ ചതിച്ച ലോകം. ഉസ ചതിക്കപ്പെട്ടു സഹോദരങ്ങളെ. ഉസ ചതിക്കപ്പെട്ടു. ചുമലിൽ വെക്കേണ്ട പെട്ടകം പ്രമാണം തെറ്റിച്ചുകൊണ്ട് കാളവണ്ടി പുറത്ത് കയറ്റി വെച്ചു. ആ കാളവണ്ടിയുടെ പുറത്ത് വെച്ചിട്ട് അടുത്ത വാക്യം എന്താണെന്നറിയാവോ? അവിടെ തമ്പുരുവും വീണയും കൈത്താളങ്ങളും പിന്നെ അത്യുച്ചനാദമുള്ള വീണകളും ഒക്കെ ആയിട്ട് അവിടെ ഭയങ്കര നൃത്യങ്ങളൊക്കെ നടന്നു. വലിയ ആരാധനയും കാര്യങ്ങളൊക്കെ നടന്നു. അന്നേരം ഭയങ്കര രസമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഉസയുടെ കാര്യത്തിൽ തീർപ്പായത്. അപ്പോൾ ഇന്ന് ഈ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. പക്ഷെ തമ്പുരാൻ കുറിച്ച് വെച്ചിരിക്കുക. പഴയ നിയമമല്ല, ഇത് പുതിയ നിയമമാണ്. മാനസാന്തരത്തിനുള്ള ഇടം ദൈവം നോക്കുകയാണ്. മാനസാന്തരത്തിനുള്ള അവസരം തമ്പുരാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ശുശ്രൂഷകരെന്ന് പറയുന്നവർ വചനത്തിലേക്ക് മടങ്ങി വരുമോ? അവർ സത്യസുവിശേഷത്തെ മുറുകെ പിടിക്കുമോ? അവർ ഈ ലോകത്തിൻ്റെ പുറകെ പോവുകയും അവർ വെറും സൈക്കോളജിക്കലായിട്ടുള്ള അവരുടെ പ്രസംഗങ്ങൾ, തികച്ച് സൈക്കോളജിക്കലാണ് പല പ്രസംഗകരും. ഇനി ഒരു പങ്ക് പ്രസംഗരെടുത്ത് നോക്കിയാൽ അവർ മോട്ടിവേഷണൽ സ്പീക്കേഴ്സാണ്. വെറും മോട്ടിവേഷണൽ, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നു, പോസിറ്റീവ് തിങ്കിങ്ങുമായിട്ട് വരുന്നു. ക്രൂശ് പ്രസംഗിക്കുന്നില്ല. ഒരു സീനിയർ പാസ്റ്റർ ഇന്നലെ എന്നോട് സംസാരിച്ചപ്പോൾ പറയുക, സമർപ്പണം, ത്യാഗം, ക്രൂശ്, ഇങ്ങനെയുള്ള പദങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് അന്യം നിന്ന് പോയല്ലോ എന്ന്. വാസ്തവമല്ലേ? ഒരു സമർപ്പണാനുഭവങ്ങൾ. യെരിഹോ കാൽക്കീഴിൽ വരിക എന്ന് പറഞ്ഞാൽ എന്താ? യാക്കോബ് പറയാണ്, വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന്. ലോകത്തിൻ്റെ സ്നേഹിതനായിരിക്കരുതെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഉണർവുകാർ പറയാണ്, ഈ ലോകം നമുക്ക് ആസ്വദിക്കാം, നമ്മുടെ ദൈവം നമുക്ക് കൂടുതൽ ആസ്വാദനം തരാൻ പോവുകയാണ്, കൂടുതൽ ആസ്വാദനം തരാൻ പോവുകയാണ്, ബാങ്ക് ബാലൻസുകൾ വർദ്ധിക്കാൻ പോവുകയാണെന്ന്. ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ ഈ ഭൂമിയിൽ അവൻ്റെ യാത്ര പൂർത്തീകരിച്ച് പേർ വിളിക്കും നേരം സിംഹാസനത്തിലേക്ക് നടന്നു കയറാൻ, കർത്താവിനോട് കൂടെ ഒരുമിച്ചുള്ള വാസം, അത് മാത്രം സ്വപ്നം കണ്ടാണ് അവൻ മുൻപോട്ട് പോകുന്നത്. അതേസമയം അവൻ്റെ വിരുദ് തെറ്റിക്കുന്ന, ശ്രദ്ധയെ മാറ്റിക്കളയുന്ന ഇത്തരം വഞ്ചനകൾ നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ
മിണ്ടാതിരിക്കാൻ കഴിയില്ല സഹോദരങ്ങളെ, മിണ്ടാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പൊരുളും അതിൻ്റെ ഉള്ളടക്കങ്ങളും ഒക്കെ തിരിക്കാനായിട്ട് നമ്മൾ പരിശ്രമം നടത്തിയത്. അതിനൊരു പരിശ്രമമാണ് നമ്മൾ നടത്തിയത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒത്തിരി ചിതറിയ ചിന്തകളാണ്. അടുക്കും ചിട്ടയിലല്ല പലതും പറഞ്ഞത്. കാരണം അടുക്കും ചിട്ടയിൽ നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അതുകൊണ്ട് നമുക്കങ്ങനെ അടുക്കും ചിട്ടയിൽ പറയാൻ പറ്റില്ല. ചുറ്റും നടന്ന കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ പലരും നമ്മളോട് ഇൻട്രാക്ട് ചെയ്ത കാര്യങ്ങളും എല്ലാം പറയേണ്ടി വന്നു. അതുകൊണ്ടാണ് പല കാര്യങ്ങളും പറയേണ്ടി വന്നത്. ഇതിലെ ഗൗരവമായ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക. വഞ്ചനയുടെ ആത്മാവിൻ്റെ വ്യാപാരം തകൃതിയായി നടക്കുകയാണ്. അനേക ശുശ്രൂഷകന്മാർ ആ ആത്മാവിൻ്റെ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞു. അനേകർ, ഒന്നും രണ്ടുമല്ല, അനേകർ ആ ആത്മാവിൻ്റെ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞു. എല്ലാം കൂടിച്ചേർന്നിട്ടുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള ശുശ്രൂഷകളാണ് വരും ദിവസങ്ങളിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സമ്മിശ്രമായ ശുശ്രൂഷകൾ. പെന്തിക്കോസ്തുകാരും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തുകാരും രണ്ടു കൂട്ടരും കൂടെ ഒരുമിച്ചുള്ള ശുശ്രൂഷകൾ ഐക്യമത്യപ്പെട്ട് അവർ രണ്ടു കൂട്ടരും കൂടെ ഒരുമിച്ച് ശുശ്രൂഷിക്കുമ്പോൾ യഥാർത്ഥ പെന്തിക്കോസ്തുകാർ വേർപാടനുഷ്ഠിച്ചുകൊണ്ട് സത്യവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നോക്കി പാർക്കുക. പാലിന് മുട്ടുമടക്കാത്ത ഒരു സംഘമുണ്ടെന്ന് പറയാൻ പാകത്തിന് നമ്മളതിന് അവസരം ഒരുക്കി കൊടുക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.